നമസ്തേ. രത്നങ്ങളും രത്നങ്ങളുടെ നിർണയ രീതിയും ഉപയോഗങ്ങളും ചർച്ചയാകുന്ന രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം, സന്തോഷം. നമ്മൾ രത്നശാസ്ത്രയിൽ കഴിഞ്ഞ വന്നിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ രത്നങ്ങളെ പ്രത്യേകിച്ച് ഒരു സൗന്ദര്യം കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ രത്നങ്ങളും അതിൻ്റെ വിശേഷങ്ങളും നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. നമ്മൾ മുത്തുകളെ കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മാലക്കൈറ്റ് എന്ന് പറയുന്ന വളരെ സവിശേഷതയുള്ള വളരെ പ്രത്യേകതയുള്ള പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് ഈ മാലക്കൈറ്റ് എന്ന് പറയുന്ന രത്നം തന്നെ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് വരുന്ന എൻക്വയറീസുകൾ, അതായത് വാട്സപ്പ് അതുപോലെ തന്നെ നമുക്ക് മെയിലുകൾ വഴി കിട്ടുന്ന പ്രേക്ഷകരുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ അതും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇത് രണ്ടുമല്ലാതെ നമ്മൾ കുറേ എപ്പിസോഡുകളായിട്ട് പിന്തുടർന്ന് വന്നിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഓരോ രാശികളെ കുറിച്ച് നമ്മളിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള സമയത്തിൽ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ എത്രത്തോളം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റുന്നോ ആ രീതിയിൽ നമ്മളതിനെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞു വച്ചിരുന്ന കാര്യം ഈ പറയുന്ന മകരം ഒരു രാശിയെ കുറിച്ചൊക്കെയാണ്. ചെറുതായിട്ട് നമ്മളൊന്ന് തുടങ്ങി ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലോട്ട് നമ്മൾ മകരം രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ സോഡിയാക് ചാർട്ടില് നമ്മുടെ സൈൻ പ്രകാരം 10th ഹൗസാണ്, 10ാമത്തെ രാശി. മേടത്തിൽ നിന്ന് 10ാമത്തെ രാശിയാണ് മകരം വരുന്നത്. അത് കർമ്മമായിട്ട് ബന്ധപ്പെട്ട രാശിയാണ്. സൈൻ ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. അപ്പം അതിനകത്ത് നമ്മൾ മാനിൻ്റെ മുഖത്തോടു കൂടിയ മകര മത്സ്യം, അതിൻ്റെ സൈൻ അതാ. പകുതി മാനും ബാക്കി ഭാഗം മത്സ്യവുമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ജനറൽ ക്യാരക്ടർ, ഈ മകരം രാശിയുടെ ഒരു ജനറൽ ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മൾ സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കാം കൂടുതൽ. ജലത്തിലും കരയിലും സഞ്ചാരമുണ്ട്. പിന്നെ രണ്ട് തരത്തിൽ ചിന്തിക്കും, അറിയും മറിച്ചുമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ശാന്ത സ്വഭാവമുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ജനറലായിട്ട് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഹൗസാണത്. എന്ന് വെച്ചാൽ ഇത് ശനിയാണ് ഇതിൻ്റെ അധിപൻ. മകരവും കുംഭവും ഹൗസുകൾ കൈകാര്യം ചെയ്യുന്നത് ശനിയാണ്. അപ്പൊ ശനി എന്ന് പറയുമ്പോഴത്തേക്കും കർമ്മകാരകനാണ്. തൊഴില്, ഗവൺമെന്റ്, പബ്ലിക് റിലേഷൻസ്, അതായത് കർമ്മം കൊണ്ടാണ് നമ്മൾ പബ്ലിക്കിൽ അറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ കരിയർ, നമ്മുടെ കർമ്മമാണ് എത്തിക്കുന്നത്. പിന്നെ നമ്മളെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ശനി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. ഇപ്പം ശനി നന്നായിട്ട് ചാർട്ട് നിന്നാൽ അവർ നല്ലൊരു കർമ്മരംഗത്ത് ഏത് മേഖലകളിലാണല്ലോ അവർ വളരെയധികം അതിനകത്ത് നഗരഗണ്യന്മാരായിട്ട് മാറും. ഉറച്ച തീരുമാനം കാണും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് ഒരു നടപ്പാക്കും. അതാ ശനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ശനിയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാശിയും കൂടിയാണ്. അതിൻ്റെ ഹാർഡ് വർക്ക്, ഇൻ്റലിജൻസ്, ഹാർഡ് വർക്ക്, ഏത് മാർക്കറ്റിൽ പോയി കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് നടത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ആള്. കർമ്മരംഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മളുടെ പഴയ കാർമിക് ഇഷ്യൂസ് എല്ലാം ശരിക്കും നമ്മളെ ഇട്ട് പഠിപ്പിക്കുന്ന ഒരു നല്ല ഒരു ടീച്ചറാണ്. ഒരു വ്യക്തിനെ ഒന്ന് കണ്ണു തുറപ്പിക്കും, ഒന്ന് പദം വരുത്തിയെടുക്കും. കർമ്മം കൊണ്ട് പദം വരുത്തിയെടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വളരെ വ്യത്യസ്തതയുള്ളൊരു ഹൗസാണ് 10th. എസ്പെഷ്യലി 10th ഹൗസ് എന്ന് പറയുമ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഹൗസ് എന്ന് തന്നെ പറയാം. നമ്മുടെ കർമ്മമേഖല അത് തന്നെ പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ അതാണ്. ഒരു വ്യക്തിനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത് ഈ കർമ്മമേഖല തന്നെയാണ്. 10th ഹൗസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ശനിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആള്.
വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ശനിക്ക് ഈ 2 ക്ഷേത്രങ്ങൾ മകരവും കുംഭവും രാശികളും, അതുപോലെ തന്നെ തുലാം രാശി വളരെ ഉച്ചത്തിൽ നിൽക്കുന്ന രാശിയും മേടൻ രാശി നീചത്തിൽ നിൽക്കുന്ന രാശിയുമാണ് ശനിയുടെ. 4 ടൈപ്പില് 2 സ്വക്ഷേത്രങ്ങൾ, ഒരു ഉച്ചക്ഷേത്രം, ഒരു നീചക്ഷേത്രം, ഇത്ര ഉണ്ട് ശനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് രാശിയാണ് ഇത്. അവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്ന ആളാണ്, ഒരു കർമ്മകാരകനാണ്, വളരെ ത്രസിച്ച് നിൽക്കുന്ന ഒരു ഗ്രഹം 10th ഹൗസ് ആയതുകൊണ്ടാകാം ഇവിടെ ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ഉച്ചരാശിയാണ്. ചൊവ്വ ആള് ഒരു സേനാധിപനും നായകനും കാര്യങ്ങൾ നടത്താക്കാനും ക്വിക്കായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുമാണല്ലോ. അതുകൊണ്ട് ചൊവ്വയ്ക്ക് അവിടെ ഉച്ചസ്ഥിതി വരികയും വ്യാഴത്തിന് മകരത്തിൽ നീചസ്ഥിതി വരികയും ചെയ്തു. വ്യാഴം നീചപ്പെട്ടു പോയി. ചൊവ്വ ഉച്ചത്തിലാണ്, പക്ഷെ വ്യാഴം നീചപ്പെട്ടു ഇവിടെ. കാരണം വ്യാഴം നീചപ്പെടാൻ കാരണം വെച്ചാൽ വർക്ക് വേഴ്സസ് ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ. ഒറ്റ വാക്കി പറഞ്ഞാൽ, കാരണം ഫിലോസഫിയും ടീച്ചറും കൾച്ചറും ഒക്കെ കൊണ്ട് നടക്കുന്ന വളരെ സാത്വികനായിട്ടുള്ള ആ വ്യാഴം ഈ ഒരു കർമ്മകേറിയയിൽ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ രീതിയും രൂപവും സ്വഭാവവും എല്ലാം എല്ലാ ഗ്രഹങ്ങൾക്കെല്ലാം കർമ്മങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും എസ്പെഷ്യലി ഈ മകരത്തിൽ വന്നപ്പം വേറൊരു ഡിഫറെൻ്റ് വേ ഓഫ് കാര്യങ്ങൾ നടപ്പാക്കുന്ന വേറൊരു ഡിഫറെൻ്റ് വേ ആണ്. അതുമായിട്ട് പൊരുത്തപ്പെടാൻ വ്യാഴത്തിന് കുറച്ച് ബുദ്ധിമുട്ട്. വ്യാഴം തന്നെ മാറിപ്പോവും ആള്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല ഈ മകരം എന്ന് പറയുന്നത് അല്ലേ? എന്ന് വെച്ച് നമുക്ക് വ്യാഴം നീചത്തിൽ പോയി എന്ന് വെച്ചിട്ട് ആ ആള് തീരെ മോശമായെന്ന് പറയാൻ പറ്റില്ല. ബാക്കി പല ഗ്രഹങ്ങളും ഉണ്ട്. ശനി അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ വ്യാഴം നീചപ്പെട്ടു, മകരത്തിൽ ശനി, അപ്പോൾ നീചഭംഗം സംഭവിക്കാം. അല്ലെങ്കിൽ ശനി എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നു, സൂര്യചന്ദ്രന്മാർ നന്നായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പം ആളെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മേക്കപ്പ് ചെയ്ത് പോകും. ശരി, എഫേർട്ട് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴം തരുന്നത് ദൈവാധീനവും ബ്ലെസ്സിങ്ങും ഒക്കെയാണല്ലോ. അപ്പം അത് എപ്പോഴും ഒരു ഏത് കർമ്മരംഗത്തും ആൾക്കും ഇതാണ് വേണ്ടത്, ഭാഗ്യം, ഈശ്വരാധീനം. അത് തരുന്ന പ്ലാനറ്റാണ് വ്യാഴം. അവിടെ പോയി നീചപ്പെട്ടത്. നമ്മൾ പറഞ്ഞു വന്നിരുന്ന മകരം രാശിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മകരം രാശിയുടെ അധിപനായ ആ ഒരു ശനിയുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശനിയുടെ കൂടെ ചൊവ്വയും കൂടെ വന്നാൽ ഉണ്ടാകാവുന്ന ഒരു അഡ്വാൻറ്റേജ് പറയുകയാണ്. ശനിയുടെ അല്ല, ചൊവ്വയുടെ ഉച്ചക്ഷേത്രവും വ്യാഴത്തിന്റെ നീചക്ഷേത്രവുമാണ് മകരം എന്ന് പറയുന്നത്. ശനിയുടെ ഹൗസാണത്. അത് ഓൺ ഹൗസിൽ തന്നെ അവിടെ ശനിയുണ്ട്. ശനിയുടെ ഹൗസാണ്. ഓൺ ഹൗസിൽ തന്നെ ഉള്ളത്. ചിലപ്പം ആ ബർത്ത് ചാർട്ട് ഇപ്പം എപ്പോഴും ശനി അവിടെ തന്നെ അല്ലല്ലോ. ഇപ്പം നമ്മള് ഇപ്പൊ ശനി നിൽക്കുന്നത് മീനൻ രാശിയില്ല, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഈ മാസം ജനിക്കുന്ന കുട്ടികളെല്ലാം മീനത്തിലായിരിക്കും അവരുടെ ശനി പോയി നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടാവും. ശനി ഇങ്ങനെ 2.5 വർഷം കൂടുമ്പോൾ മാറിയാ പോകുന്നത്. ഒരാളുടെ ബർത്ത് ചാർട്ടില് ഈ 10ാമത്തെ ഭാവത്തിൽ 10ൽ തന്നെ ശനി നിൽക്കുന്നെങ്കിൽ അയാൾ ആ കർമ്മത്തിൽ മിടുകനായിരിക്കും, അഗ്രഗണ്യനായിരിക്കും. പിള്ളേരൊക്കെ പഠിച്ച് അപ്പം തന്നെ ഒരു ക്യാമ്പസ് സെലക്ഷനിൽ കയറി പോകും. പിന്നെ ശനി മെറ്റൽസുമായിട്ട് ബന്ധമുള്ള ആളാണ്. ഇരുമ്പ്, ലോഹങ്ങൾ, സ്പെയർ പാർട്സ്, ഇങ്ങനെയുള്ള കച്ചവടക്കാർ, ബിസിനസ്സുകാർ ഒക്കെ എന്നല്ല, അവർക്കൊക്കെ ഇണങ്ങുന്ന രാശിയാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് വ്യാഴം നീചപ്പെട്ടെങ്കിൽ ആ വ്യാഴവും ശനിയും കൺജക്ഷൻ അവിടെ വന്നിട്ടുള്ള ചാർട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബർത്ത് ടൈമിൽ ആ ശനി മകരത്തിൽ തന്നെ നിൽക്കുന്നു, വ്യാഴം അവിടെ നീചപ്പെട്ട് നിൽക്കുന്നു പറഞ്ഞാൽ നീചഭംഗം സംഭവിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ പ്ലസ് പോയിന്റ്സ് അവിടെ വന്നു. എങ്കിൽ വ്യാഴത്തിൻ്റെ നീചം വ്യാഴം തന്നെ അത് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ വ്യാഴം അവിടെ ഇല്ല, ശനി മാത്രമേ ഉള്ളെങ്കിൽ അതൊരു വേറൊരു സിനാരിയോ. കാരണം വെച്ചാൽ വ്യാഴത്തിൻ്റെ പ്രോബ്ലം അവിടെ വരുന്നില്ല. വ്യാഴം ഇപ്പം 9th ഹൗസിൽ തന്നെയാണെന്ന് ഓർക്കുക. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നു, വ്യാഴത്തിൻ്റെ ഹൗസിൽ തന്നെ നിന്നു, ശനിയുടെ ഹൗസിൽ തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ ആൾ വളരെ ഭാഗ്യവാനുമായിരിക്കും, കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കും. പിന്നെ 11ാം ഭാവാധിപൻ കൂടെയാണ് ശനി.
അതായത് കുംഭം എന്ന് പറയുന്നത് 10 മകരമാണെങ്കിൽ 11 കുംഭമാണല്ലോ. മകരം കുംഭം അങ്ങനെയാണല്ലോ. 11-ാം ഭാവാധിപൻ 10 നിൽക്കുന്നതോ അല്ലെങ്കിൽ 10-ാം ഭാവാധിപൻ 11 നിൽക്കുന്നതോ ഒക്കെ തൊഴിൽപരമായ ഒരുപാട് നേട്ടങ്ങളും ലാഭങ്ങളും ഈ ഒരു വ്യക്തിക്കുണ്ടാവും. ഇവിടെ ശനി സ്ട്രക്ചറിന്റെ ആളാണ്. അതായത് കെട്ടിപ്പടുക്കുന്ന വലിയ കോംപ്ലക്സുകൾ, ബിൽഡിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും മെക്കാനിക്കൽ സൈഡ്, സിവിൽ എഞ്ചിനീയറിങ്, ഇതെല്ലാം ശനിയായിട്ട് കണക്ഷനാണ്. പിന്നെ ശനിക്ക് എവിടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിന്നാലും ശനി കറക്റ്റ്. ഇപ്പം മകരത്തിൽ തന്നെ ശനി നിൽക്കുന്നു. മേട ലഗ്നക്കാരനും കൂടെ ആണെന്ന് വിചാരിക്കാം. ലഗ്നാധിപനാണ്. ലഗ്നാധിപൻ ചൊവ്വയാണ്. 10-ൽ ശനി നിൽക്കുന്ന ആള് എവിടെയെങ്കിലും ഒരു റോങ് കൺജക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ചൊവ്വയും കൂടെ വന്നു, ഉച്ചസ്ഥിതി വന്നെങ്കിൽ ചൊവ്വ ശനി ബന്ധം വന്നു. അപ്പം ചൊവ്വ അവിടെ ഉച്ചമാണ്, ശനിയും ഉച്ചമാണ്. അപ്പോൾ പെട്ടെന്ന് ഫയറിങ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇത് അഗ്നിമാരുതി എന്ന് പറഞ്ഞൊരു യോഗം അവിടെ വന്നു. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഫീൽഡ് തന്നെ ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ എൻജിനീയറിങ് തന്നെയാണെങ്കിൽ പല ടൈപ്പ് എൻജിനീയറിംഗിലേക്ക് മാറാം. അങ്ങനെ മാറാം. പക്ഷേ ശനിയും ചൊവ്വയും നിന്നാൽ ആ ഭാഗത്തിന് 10th ഹൗസിന് എപ്പോഴും ഒരു ടർബുലൻസ് ഉണ്ടാവും, ഫീൽ ചെയ്യും. തീയും കാറ്റും ഒരുമിച്ച് പോകുന്നില്ല. ഈ ഉച്ചത്തിൽ നിൽക്കുക അവിടെ, കാറ്റും ഉണ്ട്. അപ്പം നമുക്കൊരു സ്മൂത്ത് റണ്ണിങ് ആയിരിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കരിയറിലേക്ക് വന്നാൽ അവർ സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ഇപ്പം ഇവിടെ ഈ മകരം രാശിയിൽ സാറ് പറഞ്ഞു ഈ വ്യാഴത്തിന് ഒരു നീചാവസ്ഥ സംഭവിക്കുന്നുണ്ട്. അതായത് ധനുരാശിയിൽ ഈ വ്യാഴം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആള് നന്നായിട്ട് ദേവതുല്യ രാശി അത് ധനു എന്ന് പറയുമ്പോഴേ. അതിന്റെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ മകരത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ വ്യാഴം നീചപ്പെട്ട് പോകുമ്പം ആ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു കുറവുകളൊക്കെ അവിടെ സംഭവിക്കും. ലഗ്നം ഏതാണെന്നും കൂടെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ചിങ്ങ ലഗ്നം വന്നു ആന്ന് വിചാരിക്കാം. ഇതേപോലെ വ്യാഴം നീചപ്പെട്ട് നിന്നാൽ ഹെൽത്തിലെ പുള്ളിയെ ബാധിക്കുള്ളൂ. ഓക്കെ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇയാൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ അവിടെ നീചഭംഗം വന്നാൽ കരിയറിൽ ഓക്കെ ആയിരിക്കും. ഈ എന്തെല്ലാം യോഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ഗ്രഹങ്ങളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറും അതോടെ കാണിച്ചിരിക്കും. മനസ്സിലായല്ലേ? ഇപ്പം ഈ വ്യാഴദശയും കൂടെ ഉണ്ട്. ഒരു ചിങ്ങ ലഗ്നക്കാരൻ വ്യാഴദശയാന്ന് വിചാരിക്കുക. വ്യാഴം നീചത്തിലാണ്, ശനിയും അവിടെ ഉണ്ട്. അപ്പോൾ അവന് നീചഭംഗം സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആ വ്യാഴദശാകാലം അവർക്ക് ചില അസുഖങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവും. അതായത് അതിന്റെ ഒരു ക്യാരക്ടർ അവിടെ എന്തായാലും ചെറിയ രീതിയിൽ കാണിച്ചിരിക്കും. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ മകരം രാശിയിൽ വ്യാഴം നീചപ്പെട്ടു പോയ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ വ്യക്തിക്ക് ഈ വ്യാഴത്തിന്റെ കല്ല് അവിടെ ഉപയോഗിക്കാവോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ചിങ്ങലഗ്നമാണെങ്കിൽ വ്യാഴത്തിന്റെ കല്ല് അവിടെ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ കൊടുക്കാറില്ല. കാരണം അത് ശരിയായ കാര്യമല്ല. കാരണം വെച്ചാൽ അവിടെ ഒരു റോങ് പ്ലാനറ്ററി പൊസിഷനാണ് വ്യാഴത്തിനുള്ളത്. അതിൻ്റെ സ്റ്റോൺ അവിടെ കൊടുക്കാറില്ല. ഇനിയിപ്പം വ്യാഴത്തിൻ്റെ കല്ല് കൊടുക്കാവുന്ന 2 കാര്യങ്ങൾ. ഒന്ന് അതായത് മീനലഗ്നവും ധനു ലഗ്നമാണെന്ന് കരുതുക. ഓക്കെ. മീനം അല്ലെങ്കിൽ ധനു. ഓക്കെ. അങ്ങനെയുള്ളവർ കൊടുത്തിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. അവിടെയും ഈ വ്യാഴത്തിന് നീചാവസ്ഥയാണോ? നീചാവസ്ഥ അല്ല, വ്യാഴം നീചാവസ്ഥ നിൽക്കുന്നു. ലഗ്നം ധനു. ഓക്കെ. അല്ലെങ്കിൽ ലഗ്നം മീനമാണെങ്കിൽ കൊടുക്കാൻ പറ്റും. മറ്റ് ഡിവിഷണൽ ചാർട്ടുകളിലൊക്കെ വ്യാഴത്തിന്റെ പൊസിഷനോട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഡീനയിലൊക്കെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടോ എന്നൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചാർട്ടോടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനത് പറഞ്ഞങ്ങ് പോവാ. അപ്പൊ നമുക്ക് വ്യാഴത്തിന്റെ കയ്യിൽ അവിടെ കൊടുക്കാം. പക്ഷെ ലഗ്നാധിപനാണെങ്കിൽ അത് കൊടുക്കാം. ധനു ലഗ്നത്തിന്റെ അധിപൻ നീച്ചപ്പെട്ട് വ്യാഴം നിൽക്കുകയാണെങ്കിൽ കൊടുത്താൽ എഫക്റ്റ് ആണത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പം വരുന്നില്ല. ശനിയുടെ കല്ല് അവിടെ മാച്ചിങ് ആണെന്ന് വെച്ചാൽ ശനിയുടെ പൊസിഷൻ കൂടെ നമ്മൾ നോക്കുക ചെയ്യുന്നവിടെ. ഓക്കെ. ഇപ്പം മകരം രാശിയാണെന്ന് പറഞ്ഞിട്ട് ശനിയുടെ കല്ല് പോയി ആരും ധരിക്കരുത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ലഗ്നത്തെ കൂടെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ ആ സ്റ്റോൺ ധരിക്കാനായിട്ട്. ഏതാണ് നമുക്ക് മകരം രാശിയാന്ന് വിചാരിക്കും ഒരാള്. നമ്മൾ മനസ്സിലായില്ലേ? ഇപ്പം ചന്ദ്രൻ അവിടെ നിൽക്കുന്നു, മകരം രാശിയാണ്. പക്ഷെ നമ്മൾ സ്റ്റോണ് പോയി കൊടുക്കാൻ നീചത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നത് ശനി, കൊടുക്കാൻ വകുപ്പില്ല. ഇപ്പം ലഗ്നത്തെ കൂടെ ബേസ് ചെയ്തിട്ടേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. വെറും രാശികൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നാള് പറഞ്ഞിട്ടോ മാത്രം പോയി നമ്മൾ രത്നങ്ങൾ വാങ്ങരുത്. അതെ അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ പറയുന്ന ഈ അവിടെ ബ്ലൂ സഫയർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നീചാവസ്ഥയാണ്, ഒരു നെഗറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്. മകരം രാശിക്കാരന് ശനി ഒരു നെഗറ്റീവ് പോർഷനിലാണ് നിൽക്കുന്നതെങ്കിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം സംശയിച്ചത്. ഈ യെല്ലോ സഫയറും ബ്ലൂ സഫയറും കൂടെ നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടുകൾ കൊടുക്കാം നമുക്ക്. പക്ഷെ അത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റയറായിട്ട് കൊടുക്കുന്ന കോമ്പിനേഷനാണ്. പറ്റും. പക്ഷെ അതും ഈ പറയുന്ന ശനിയും അയാൾക്ക് സപ്പോർട്ടീവ് ആയിരിക്കണം. ഈ ആളുടെ ഡിവിഷണൽ ചാർട്ട് വരെ നമ്മൾ വളരെ സൂക്ഷ്മം നോക്കിയതിന് ശേഷം നമുക്ക് കൊടുക്കാം. രണ്ടും സഫയർ ഗ്രൂപ്പിൽ പെടുന്ന കല്ലുകളാണ്. അതിന്റെ കളറാണ് അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കാം. പക്ഷെ അത് ഓരോ കൊടുക്കുന്നതല്ല, ഈ പറഞ്ഞ പോലെ സസൂക്ഷ്മം ചാർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. നമ്മൾ സാധാരണ എമറോൾഡും യെല്ലോ സഫയറുടെ ഒരുമിച്ച് അങ്ങനത്തെ രണ്ട് ഓപ്പോസിറ്റ് പ്ലാനറ്റുകളാണ്. പക്ഷേ ചില കേസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് ആ വ്യക്തിയുടെ ചാർട്ടിനകത്ത് കണ്ടിട്ട് ഇപ്പം അങ്ങനെ കൊടുത്ത ചാർട്ടുകളുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ലത്. കൃത്യമാണോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കത് ആ ഒരു രത്നധാരണത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട്. അതെ, ചെക്ക് ചെയ്തിട്ട് തന്നെ വേണം. അതിപ്പോൾ ഏത് കല്ലാണെങ്കിലും അതെ, സഫയർ ആകട്ടെ യെല്ലോ സഫയർ ആകട്ടെ, എന്ത് കല്ലുകളും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ ലഗ്നാധിപൻ്റെ കല്ല് നമുക്ക് ധരിക്കാമോ, അല്ലെങ്കിൽ ദശാകാലങ്ങൾ നോക്കിയിട്ട് കല്ല് ധരിക്കാമോ, അല്ലെങ്കിൽ നമ്മുടെ രാശി നോക്കിയിട്ട് മാത്രം ഒരു രത്നം ധരിക്കാമോ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്യരുത്. കാരണം ഈ രാശിയിലും ഈ നാളിലും പെട്ട ആൾക്കാർക്കെല്ലാം ഒരേ അനുഭവങ്ങളല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പം പിന്നെ ഈ കല്ലുകൾ മാത്രം രാശിയിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും ട്രാവൽ ചെയ്യാത്തൊരു മകരം രാശിക്കാരൻ നാട്ടിൽ കാണുമല്ലോ, വിദേശത്തൊന്നും പോകാതെ. നമുക്ക് ഒരിക്കൽ പോലും അങ്ങനെ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. വ്യക്തിയുടെ ചാർട്ട് കണ്ടാൽ അപ്പം തന്നെ നമുക്ക് അത് പറയാൻ പറ്റും, ഇത് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു രത്നങ്ങൾക്കെല്ലാം അതിനകത്ത് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ചില കല്ലുകളിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കല്ലുകളും അങ്ങനെയാണ്, അത്ര സമ്പുഷ്ടമായിട്ടാണത് പ്രകൃതി തന്നിരിക്കുന്നത് നമുക്ക്. അത് അനുയോജ്യമായവർക്ക് മാത്രം അതാത് കല്ലുകൾ സജസ്റ്റ് ചെയ്യുക. ആ കല്ലുകൾ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ജമ്മോളജി. രത്നങ്ങളെക്കുറിച്ച് നമുക്ക് മൊത്തത്തിലൊരു ധാരണ ഇത് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കുണ്ടാകണം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മിനറൽസ് എന്താണ്, ഈ കല്ല് കൊടുത്താൽ ഇദ്ദേഹത്തിനുണ്ടാകുന്ന എങ്ങനെയാണ് ഇതിൻ്റെ മാച്ചിങ് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു രത്നധാരണത്തിലേക്ക് പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.